നമസ്കാരം. സെപ്റ്റംബർ 12 തൊട്ട് 14 വരെ കൊച്ചിയിൽ നടന്ന എമർജിംഗ് കേരള സംരംഭക സമ്മേളനം വിജയമോ പരാജയമോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരം കൃത്യമായി കണ്ടെത്താനുള്ള ദൗത്യമായിരുന്നില്ല അത്. മികച്ച ഒരു തുടക്കം എന്നാണ് എമർജിംഗ് കേരളയെക്കുറിച്ച് പറയാനുള്ളത്. ആ തുടക്കത്തിന് ഇനി തുടർച്ചയുണ്ടാകും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. 2014 സെപ്റ്റംബർ മാസം എന്ന് പറഞ്ഞാൽ 2 കൊല്ലത്തിന് ശേഷം വീണ്ടും എമർജിംഗ് കേരളയുടെ 2ാം സമ്മേളനം നടക്കും എന്ന് സൂചിപ്പിച്ചു. തീർച്ചയായും ഇത് നല്ല ഒരു തുടക്കമാണ് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കിടയിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്ന് കരുതാവുന്നതല്ല. പക്ഷെ ചില ആശങ്കകൾ, ചില സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവക്ക് കൃത്യമായി ഉത്തരം പറയാൻ ഭരണകൂടത്തിന് സാധിക്കുമെങ്കിൽ തീർച്ചയായും എമർജിംഗ് കേരള മുന്നോട്ട് വെച്ച വികസന സ്വപ്നങ്ങൾ ഒരു ദശവത്സരക്കാലത്തിനകമെങ്കിലും യാഥാർത്ഥ്യവൽക്കരിക്കാൻ പറ്റുന്നവയാണ് ഏറിയ കൂറും എന്ന് പൊതുവെ പറയാം. കഴിഞ്ഞ UDF ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് നടന്ന ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൽ 20,000 കോടി രൂപയോളം വരുന്ന മുതൽ മുടക്ക് വാഗ്ദാനങ്ങളായിരുന്നു. പക്ഷേ അവ പലതും എന്ന് പറഞ്ഞാൽ മഹാഭൂരിഭാഗവും യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടില്ല. പിന്നീട് ഒരു ഭരണമാറ്റം ഉണ്ടാകുന്നു. ആ ഭരണമാറ്റം ഉണ്ടായ പശ്ചാത്തലത്തിൽ നയമാറ്റങ്ങളും പരിപാടികളിൽ സമഗ്രമായ മാറ്റങ്ങളും ഉണ്ടാകുന്നു. അതുകൂടി കാരണമായി ചൂണ്ടിക്കാണിക്കാം. ഗ്ലോബൽ മീറ്റിനെ തുടർന്ന് ആഗോള നിക്ഷേപക രംഗത്ത് കേരളത്തിന് അനുകൂലമായി ഉണ്ടാകാൻ സാധ്യതയുണ്ടായ ഒരു തരംഗം യഥാർത്ഥത്തിൽ സംഭവിച്ചില്ല. എമർജിംഗ് കേരള ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റിൻ്റെ അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ഉണ്ടാക്കിയ ഒരു പുതിയ ആശയമാണ് എന്ന് മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും ഭരണകൂടത്തിൽ ഈ ദൗത്യത്തിൻ്റെ ചുമതല വഹിച്ച ഉദ്യോഗസ്ഥ പ്രമുഖരുമെല്ലാം ഏതാണ്ട് ഒരേ സ്വരത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. എമർജിംഗ് കേരള പക്ഷേ അവസാനിച്ചപ്പോൾ ഒരു ഏകദേശ കണക്കിൽ 125ഓളം വരുന്ന പദ്ധതികളിലായി ഏതാണ്ട് 41,522 കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഈ നിക്ഷേപ വാഗ്ദാനങ്ങളെല്ലാം യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്ന് ആരും ധരിക്കുമെന്ന് തോന്നുന്നില്ല. ഇതിൽ 1/3 ഭാഗമെങ്കിലും വരുന്ന 5 വർഷക്കാലത്തിനിടയിൽ നടത്തിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് മികച്ച ഒരു നേട്ടമായിരിക്കും. അതിനുള്ള ഫോളോ അപ്പ്, തുടർ നടപടികൾ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായേ പറ്റൂ എന്നാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. കഴിഞ്ഞ തവണ ഗ്ലോബൽ മീറ്റിൽ സംഭവിച്ചതിനേക്കാളും രാഷ്ട്രങ്ങളുടെ പ്രാതിനിധ്യങ്ങൾ ഉത്തരവാദപ്പെട്ട തലത്തിൽ തന്നെ, ആധികാരിക തലത്തിൽ തന്നെ, ഔദ്യോഗിക തലത്തിൽ തന്നെ സംഭവിച്ചു എമർജിംഗ് കേരളയിൽ എന്നുള്ളത് നല്ല ഒരു കാര്യമാണ്. 36 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് പങ്കെടുത്തത്. ബിസിനസ് പ്രതിനിധികളായി 2,512 പേർ, ബിസിനസ് ടു ബിസിനസ് വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും അവയുടെ പ്രതിനിധികൾ തീർച്ചയായും അവർ നേരിട്ട് അങ്ങനെ പങ്കെടുത്തവർ 2,185 പേർ. അതേസമയം ബിസിനസ് ടു ബിസിനസ് എന്നുള്ള രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട പദ്ധതികൾ 413, ബിസിനസ് ടു ഗവൺമെൻറ് എന്നുള്ള രീതിയിൽ സമർപ്പിക്കപ്പെട്ട പദ്ധതികൾ 142. ഇതൊക്കെ നല്ല കണക്കുകൾ തന്നെയാണ്, നല്ല കാര്യങ്ങളും. പക്ഷേ ഇതിൻ്റെ ഫോളോ അപ്പ്, ഇനിയങ്ങോട്ടുള്ള തുടർ നടപടികൾ എത്രത്തോളം കാര്യക്ഷമമായിരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചാണ് പദ്ധതികളിൽ ഏറിയ കൂറും പ്രാവർത്തികമാവുക. അതിനുള്ള ഇച്ഛാശക്തി, അതിനുള്ള ഒരു ലക്ഷ്യബോധം ഏറ്റവും നിർണായകമായ ഒരു കാര്യമാണ്.
ഒരുപക്ഷെ കേരള ഗവൺമെൻറ്റിൻ്റെ നിത്യനിദാന കാര്യങ്ങളുടെ നടത്തിപ്പ് കഴിഞ്ഞാൽ ഇനിയുള്ള UDF ഗവൺമെൻറ്റിൻ്റെ ശേഷിക്കുന്ന 3-4 വർഷക്കാലം തീർച്ചയായും ഈ ഒരു കാര്യത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഗവൺമെൻറ്റിന് സാധിക്കുമെങ്കിൽ പല പദ്ധതികളും ഇതിൽ പറഞ്ഞ മുതൽ മുടക്ക് വാഗ്ദാനങ്ങൾ ഉൾപ്പെടെ നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല. പക്ഷെ സ്വാഭാവികമായി പല കാരണങ്ങളാലും പ്രാവർത്തികമായ ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ ഇതെല്ലാം നടപ്പിലാക്കേണ്ടുന്ന ഘട്ടങ്ങളിൽ ചിലപ്പോൾ വിവാദങ്ങളും തടസ്സവാദങ്ങളും സാങ്കേതികമായ ഒരുപാട് നൂലാമാലകൾ സംബന്ധിച്ച തർക്കവിതർക്കങ്ങളും എല്ലാം സ്വാഭാവികമാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും മുഖ്യമന്ത്രി ശുഭോദർക്കമായി ഈ 41,522 കോടി വാഗ്ദാനം ഉണ്ടായി എന്നുള്ള കാര്യം സൂചിപ്പിച്ചിട്ടുണ്ടാവുക. വൻ നിക്ഷേപ താൽപ്പര്യം പ്രകടിപ്പിച്ച രാജ്യങ്ങൾ കാനഡ, ചൈന, ജപ്പാൻ, അമേരിക്ക, ഇംഗ്ലണ്ട്, മലേഷ്യ, ഓസ്ട്രേലിയ, ജർമ്മനി, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാഷ്ട്രങ്ങളിലാണ്. 36 രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ സൂചിപ്പിക്കട്ടെ. ഈ ആഗോള നിക്ഷേപക സമ്മേളനത്തിൽ ഏറ്റവും സന്തോഷപ്രദമായ ഒരു കാര്യം, കേരളത്തിൽ നിന്ന് ദശാബ്ദങ്ങൾക്ക് മുന്നേയും കഴിഞ്ഞ ഒരു 10-25 വർഷക്കാലത്തിനിടയിൽ പ്രത്യേകിച്ചും വിവിധ ഗൾഫ് നാടുകളിലേക്ക് ഉപജീവനാർത്ഥം പോയി അവിടെ മികച്ച വിജയം വ്യത്യസ്ത മേഖലകളിൽ കൈവരിച്ച നിരവധി മലയാളികൾ അവിടെ അണിചേരുന്ന രംഗം തീർച്ചയായും കേരളീയർ എന്ന നിലക്ക് നമുക്ക് ഏറ്റവും അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു രംഗമാണ്. ഈ എമർജിംഗ് കേരളയുടെ ഭാഗമായി നിരവധി നിക്ഷേപക സംഗമങ്ങൾ നടന്നിട്ടുണ്ട്. പ്രത്യേകമായ സെഷനുകൾ ഇത് സംബന്ധിച്ച് നടന്നിട്ടുണ്ട്. അതേസമയം ഏറ്റവും ആനന്ദദായകം അല്ലെങ്കിൽ ഏറ്റവും ആശാവഹം എന്ന് വിശേഷിപ്പിക്കാവുന്ന സമ്മേളനം വിദേശ മലയാളികളുടെ പ്രത്യേക സമ്മേളനം തന്നെയായിരുന്നു. ആ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി പറഞ്ഞു, കേരളത്തിലെ തൊഴിൽ രഹിതരായ അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് അവസാനത്തെ തൊഴിലന്വേഷകനും തൊഴിൽ കൊടുക്കുക എന്നുള്ളതോടൊപ്പം തന്നെ ഗൾഫ് നാടുകൾ ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് മലയാളികൾക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന ജീവസന്ധാരണം തുടരാനുള്ള സന്ദർഭമുണ്ടാക്കുക കൂടി ഗവൺമെൻറ്റിൻ്റെ ലക്ഷ്യമാണ്, എമർജിംഗ് കേരളയുടെ ലക്ഷ്യമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഏറ്റവും നിർണായകമായൊരു പ്രസ്താവനയാണത്. ആ പ്രസ്താവനയുടെ അന്തസത്തക്കനുസരിച്ച് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള UDF ഗവൺമെൻറ്റിൻ്റെ ഇനിയങ്ങോട്ടുള്ള വർഷങ്ങളിൽ പ്രവർത്തിക്കുമെങ്കിൽ തീർച്ചയായും അത് കേരളത്തിലെ, പ്രത്യേകിച്ചും യുവ കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിൽ അന്വേഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല ഒരു കാര്യമായി മാറിത്തീരാൻ സാധ്യതയുള്ള ഒന്നാണ്. ഈ വിദേശ മലയാളി സംഗമത്തിൽ എമർജിംഗ് കേരളയോട് അനുബന്ധിച്ച് നടന്ന NRK നോൺ റെസിഡൻറ്റ് കേരളൈറ്റ്സ് അവരുടെ സമ്മേളനത്തിലെ ഏറ്റവും മധുരോദാരമായ ഒരു ദൃശ്യം ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ വ്യക്തികളുടെ പേർ ഇവിടെ എണ്ണിപ്പറയേണ്ടുന്ന കാര്യമില്ല. 10, 15, 20 വരുന്ന വിവിധ ഗൾഫ് നാടുകളിലെ വളരെ പ്രധാനപ്പെട്ട വ്യാവസായിക മേഖലയിലും ആരോഗ്യ മേഖലയിലും വാണിജ്യ വ്യാവസായിക മേഖലയിലും സർവീസ് മേഖലകളിലുമെല്ലാം മുതൽ മുടക്കി വളരെ അഭിമാനകരമായ വിജയം കൈവരിച്ച 10, 20 മലയാളി നിക്ഷേപകരുടെ അല്ലെങ്കിൽ മലയാളി വ്യവസായികളുടെ, മലയാളി സാമ്പത്തിക പ്രതിഭകളുടെ ഒരുമിച്ച് ചേർന്നുള്ള ആ ഒരു ചിത്രം. അവിടെ നൂറുകണക്കിന് NRK പ്രതിനിധികൾ പങ്കെടുത്തു. അതേസമയം വിവിധ മേഖലകളിൽ വിജയം കൈവരിച്ചവർ കൂട്ടായി നിന്ന് കൈയോട് കൈ ചേർത്ത് പ്രതിജ്ഞയെടുക്കുന്ന ആ ഒരു ചിത്രം, അത് ഏറ്റവും ആവേശകരമായ, ഏറ്റവും അധികം പ്രചോദനാത്മകമായ ഒരു ചിത്രമായി നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഗൾഫ് മലയാളികൾ കേരളത്തിൽ വിവിധ ബാങ്കുകളിലായി നിക്ഷേപിച്ചത് ഏറ്റവും ചുരുങ്ങിയത് വാർഷിക കണക്കിൽ 50,000 കോടി രൂപയാണ്. ഇനി ഇങ്ങനെ നിക്ഷേപിക്കാതെ ഗൾഫ് നാടുകളിൽ ഉൾപ്പെടെ വിവിധ നാടുകളിൽ വാണിജ്യ വ്യവസായ വ്യാപാരങ്ങളിൽ മുതൽ മുടക്കിയ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തി ഗൾഫ് നാടിലെ വിജയിച്ചു വന്ന മലയാളി വ്യക്തിത്വങ്ങളുടെ
വകയായിട്ടുണ്ട്. അതെല്ലാം നാട്ടിലെത്തിക്കണം. നാട്ടിലെത്തിച്ച് നാട്ടിൻ്റെ സമ്പദ് വികാസത്തിൽ തങ്ങൾക്ക് ഭാഗവക്കുകളാവണം എന്നവർ ആത്മാർത്ഥമായും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് NRK സമ്മേളനത്തിൽ നിർണായകമായ ഒരു നിർദ്ദേശം ഉണ്ടായത്. ആ നിർദ്ദേശം കേരളത്തിലെ അടിസ്ഥാന വികസന സൗകര്യ മേഖലയിൽ ലക്ഷക്കണക്കിന് കോടി രൂപ ആവശ്യമായി വരുന്ന ആ മേഖലയിൽ ആവശ്യമായ മുതൽ മുടക്ക് കണ്ടെത്തുന്നതിന് വേണ്ടി, സമാഹരിക്കുന്നതിന് വേണ്ടി ഗൾഫ് മലയാളികൾ ഉൾപ്പെടെയുള്ള വിദേശ മലയാളികളിൽ നിന്ന് കടപ്പത്രങ്ങളായി നിക്ഷേപങ്ങൾ സ്വീകരിക്കണം എന്നുള്ള ഒരു ക്രിയാത്മകമായ നിർദ്ദേശം അവിടെ ഉന്നയിക്കപ്പെടുകയുണ്ടായി. ആ നിർദ്ദേശം തീർച്ചയായും പരിഗണനാർഹമാണ്. എമർജിംഗ് കേരളയിൽ ഉണ്ടായ പ്രധാനപ്പെട്ട ഏതാനും നിർദ്ദേശങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക നിർദ്ദേശം, മൂലധന സമാഹരണ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ NRK ബോണ്ട്, വിദേശ മലയാളികളിൽ നിന്ന് കടപ്പത്രങ്ങൾ ഇറക്കിക്കൊണ്ട് വിദേശ മലയാളികളിൽ നിന്ന് അടിസ്ഥാന സൗകര്യ വികസന മേഖലയ്ക്ക് വേണ്ടി ലക്ഷക്കണക്കിന് കോടി രൂപ ആവശ്യമായി വരുന്ന മേഖലയ്ക്ക് വേണ്ടി ധനം സമാഹരിക്കുക എന്നുള്ളതാണ്. ഇത്തവണ എമർജിംഗ് കേരളയിൽ അമേരിക്കയിൽ നിന്ന് മാത്രം 116 പ്രതിനിധികൾ പങ്കെടുത്തു. കാനഡയിൽ നിന്ന് 44, ചൈനയിൽ നിന്ന് 23, ഇങ്ങനെ പോകുന്നു കണക്കുകൾ. അവരിൽ പലരും വളരെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമാണ്. നാൻസി പവൽ അമേരിക്കയുടെ ഇന്ത്യയിലെ സ്ഥാനപതിയാണ്, അംബാസഡറാണ്. ആ മഹിളയും ഈ സമ്മേളനത്തിൽ എമർജിംഗ് കേരളയിൽ പങ്കെടുത്തു. അതേക്കുറിച്ചും ഒരു ചെറിയ വിവാദം നടക്കുകയുണ്ടായി. കാരണം അവർ മുമ്പ് അമേരിക്കയുടെ രഹസ്യ പോലീസിൽ ജോലി ചെയ്തിരുന്നു അത്രേ. അത് ചില മലയാളം പത്രങ്ങളിലും മറ്റും റിപ്പോർട്ടുകളായി വന്നിട്ടുണ്ട്. അത് വളരെ വലിയ ഒരു വിവാദത്തിന് തിരികൊളുത്തുന്നു എന്ന മട്ടിൽ റിപ്പോർട്ട് ചെയ്ത ചില മാധ്യമങ്ങളുമുണ്ട്. ഏതായാലും ഇത്രയും പ്രധാനപ്പെട്ട വൈദേശിക പ്രാതിനിധ്യങ്ങൾ ഇവിടെ ഈ എമർജിംഗ് കേരളയിൽ ഉണ്ടായാൽ പോലും അതെല്ലാം സ്വാഗതാർഹമാണ്, ശുഭോദർക്കമാണ്. അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ എമർജിംഗ് കേരളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാതിനിധ്യം വിവിധ വിദേശ രാജ്യങ്ങളിൽ നിർണായക വിജയം നേടിയ മലയാളി മുതൽ മുടക്ക് സംരംഭകരുടെ പ്രാതിനിധ്യം തന്നെയാണ്. ഇവരിലാണ് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. ഇവർ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ നടപ്പിലാക്കുമ്പോൾ നാം പെട്ടെന്ന് ആലോചിക്കുന്നു ചില വിമർശനങ്ങളെക്കുറിച്ച്. ഇവരിൽ ചിലരെയെങ്കിലും ഭൂമാഫിയുടെ തലവന്മാരെന്നോ അല്ലെങ്കിൽ ആളുകൾ എന്നോ വ്യാഖ്യാനിച്ച് വിമർശിക്കുന്ന ഒരു ശീലം ഇവിടെയുണ്ട്. സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വന്ന് ഇവിടെ മുതൽ മുടക്കുക എന്നുള്ള ഒരു അസുലഭമായ സന്ദർഭത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് അവരിവിടെ വരുന്നത്. ഒരു കാര്യം പറയട്ടെ, അവർക്ക് ഗൾഫിൽ തന്നെ മുതൽ മുടക്കാം, ആരും അവിടെ എതിരല്ല. അവിടെ ഗൾഫിലെ വിവിധ രാജകുടുംബങ്ങളിലെ അംഗങ്ങൾ പാർട്ട്നേഴ്സായി, പങ്കാളികളായുള്ള ബിസിനസ്സാണ് ഇവരിൽ പലരും ചെയ്യുന്നത്. ഇവർ തന്നെ പൂർവേഷ്യൻ രാജ്യങ്ങളിലും അതോടൊപ്പം തന്നെ യൂറോപ്പ്, അമേരിക്ക തുടങ്ങിയ മേഖലകളിലുമൊക്കെ ബിസിനസ് നടത്തുന്നത് അവിടുത്തെ ഭരണകൂടങ്ങളുടെ പൂർണ്ണമായ അനുമതിയോടുകൂടി തന്നെയാണ്. അവർക്ക് അവിടെ അങ്ങ് തുടർന്നുകൂടെ? ആരെങ്കിലും തടസ്സം പറയുന്നുണ്ടോ? കേരളത്തിൻ്റെ സാമ്പത്തിക വികസന പ്രക്രിയയിൽ തങ്ങൾക്ക് പങ്കാളികളാകണം എന്നുള്ള ജന്മനാടിനോടുള്ള ആഗ്രഹം കൊണ്ട് മുന്നോട്ട് വരുന്ന നിരവധി NRK സംരംഭകർ ഉണ്ട്. അവരെ തിരിച്ചറിഞ്ഞ് പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനും അവരുടെ സതുദ്ദേശത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സ്വാഗതം ചെയ്യുവാനുള്ള സാമൂഹികവും രാഷ്ട്രീയവുമായുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുമുണ്ട് എന്ന് സവിനയം ഞങ്ങൾ ഓർമ്മപ്പെടുത്തട്ടെ. കാരണം ഒരു അമേരിക്കക്കാരനോ ചൈനക്കാരനോ ജർമ്മൻകാരനോ ബ്രിട്ടീഷുകാരനോ ഓസ്ട്രേലിയക്കാരനോ ജപ്പാൻകാരനോ ഇവിടെ വന്ന് മുതൽ മുടക്കി ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങുന്നതിനേക്കാളും നല്ലതായിരിക്കില്ലേ ഗൾഫിൽ നിന്നുള്ള NRK ബിസിനസ്സുകാരെ നമുക്ക് കൂടുതൽ ഇങ്ങോട്ടേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ? ആകർഷിക്കേണ്ടുന്ന കാര്യമില്ല. ഇവിടെ അതിനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ മതി. അതുകൊണ്ട് എമർജിംഗ് കേരളയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടം അല്ലെങ്കിൽ ഒരു ഘടകം ഈ NRK സാന്നിധ്യമാണ്. കൂട്ടത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ, നേരിയ വിവാദങ്ങൾ ഈ എമർജിംഗ് കേരളയുടെ ദിവസങ്ങളിലും ഉണ്ടായി.
അതിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ദേശീയ ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ ഡോക്ടർ അലുവാലിയ, അദ്ദേഹം ആഗോള പ്രസിദ്ധിയുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം കൊച്ചിയിൽ നടത്തിയ പ്രസംഗത്തിൽ കേരളം ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് അധികം ഉത്കണ്ഠപ്പെടേണ്ടുന്ന കാര്യമൊന്നുമില്ല, നെൽകൃഷി ഇനി അഥവാ നിർത്തേണ്ടി വന്നാലും അത് വളരെ വലിയ ഒരു അപകടകരം ആയ കാര്യമാവില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രസംഗത്തിൽ ഒരു പരാമർശം നടത്തി. അത് വേണ്ടിയിരുന്നില്ല എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഭരണ കക്ഷികളുടെ ഭാഗത്ത് നിന്ന് KPCC അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല തന്നെ മുന്നിൽ വന്ന് പറയുകയുണ്ടായി, ഡോക്ടർ ആലുവാലിയുടെ പ്രസ്താവന ശരിയായില്ല, അത് കേരളത്തിൻ്റെ സവിശേഷമായ സാമൂഹ്യ സാമ്പത്തിക ചരിത്ര പശ്ചാത്തലത്തിൽ ചോദ്യം ചെയ്യപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് KPCC അധ്യക്ഷൻ ശ്രീ രമേശ് ചെന്നിത്തല പ്രത്യേകം എടുത്തു പറയുകയുണ്ടായി. മറ്റ് രാഷ്ട്രീയ നേതാക്കളും മറ്റു സാംസ്കാരിക സാമൂഹ്യ മണ്ഡലത്തിലെ വ്യക്തിത്വങ്ങളുമെല്ലാം ആ നിർദ്ദേശത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്. ആ ചോദ്യം ചെയ്യലിൽ തീർച്ചയായും കാര്യവുമുണ്ട്. കാരണം നെൽകൃഷി ഇവിടെ നമുക്ക് ലാഭകരമല്ല എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായും വേണ്ടെന്ന് വെച്ച് കളയാം എന്നുള്ള നിലപാട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശരിയായിരിക്കുകയില്ല. ഇവിടെ എമർജിംഗ് കേരളയിൽ നടന്ന എല്ലാ നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിർദ്ദേശങ്ങളിൽ മഹാഭൂരിഭാഗവും ഏതാനും വരുന്ന ഭൂമാഫിയക്കാരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് അടക്കി ആക്ഷേപിക്കാൻ ആരൊക്കെ മുതിർന്നാലും അത് ശരിയായിരിക്കുകയില്ല. ഇവിടെ അതൊന്നും പ്രസക്തമല്ല. കാരണം ഇത് കേരളത്തിൻ്റെ സമഗ്രമായ മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഏറ്റവും നിർണായകമായ ഒരു നല്ല തുടക്കമാണ്. ഏതായാലും ഒരു കാര്യം ഊന്നിപ്പറയേണ്ടതുണ്ട്. ഭരണകക്ഷികളുടെയും പ്രതിപക്ഷ കക്ഷികളുടെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങളും നിലപാടുകളും ഹ്രസ്വ മധ്യ ദീർഘകാല വീക്ഷണങ്ങളുമെല്ലാം എന്തു തന്നെയായാലും തൊഴിലില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ തൊഴിലിന് അർഹമായ യോഗ്യത നേടി വിദ്യാഭ്യാസം പൂർത്തിയാക്കി കോളേജുകളിൽ നിന്നും സാങ്കേതിക വിദ്യാലയങ്ങളിൽ നിന്നും പുറത്തു കടക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളവും ഉപജീവനത്തിനൊരു തൊഴിലുണ്ടായിരിക്കുക എന്നുള്ളത് ഏറ്റവും നിർണായക കാര്യമാണ്. രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രവും ഒക്കെ മറ്റൊരു കാര്യം. അതുകൊണ്ട് തൊഴിൽ സൃഷ്ടിക്കുവാനുള്ള ഓരോ അവസരവും ഏറ്റവും നല്ല സന്ദർഭമായി, ഏറ്റവും നല്ല അവസരമായി നാം കണക്കിലെടുത്തുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കാൻ ഏതൊക്കെ തരത്തിലുള്ള പരിപാടികൾ നടത്താമോ അത്തരം പരിപാടികളിൽ ആരെയൊക്കെ സഹകരിപ്പിക്കാമോ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ആ ലക്ഷ്യം നിറവേറ്റാൻ നമുക്ക് സാധിക്കണം. ആ ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും നിർണായകമായ ഒരു ചുവടുവെപ്പ്, നല്ല ഒരു തുടക്കം, അതായിരുന്നു എമർജിംഗ് കേരള സെപ്റ്റംബർ 12, 14 തീയതികളിൽ കൊച്ചിയിൽ നടന്നത്. എമർജിംഗ് കേരള ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പ്രസംഗത്തിൽ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞു, കേരളം ഒരു പവർ ഹൗസായി മാറിത്തീരുകയാണ് എന്ന്. ഇന്ത്യയുടെ സാമ്പത്തിക മുന്നേറ്റത്തിനുള്ള ഒരു ഊർജ സ്രോതസ്സായി കേരളം മാറിത്തീരേണ്ടതുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ മുന്നോട്ടു പോകാൻ സുവ്യക്തമായ ലക്ഷ്യബോധത്തോടു കൂടി നമുക്ക് സാധിക്കുമെങ്കിൽ IT രംഗത്തും മറ്റും ബാംഗ്ലൂരിനെ പോലും പിന്നോട്ട് തള്ളി മുന്നോട്ട് കുതിക്കാൻ നമുക്ക് സാധിക്കും. ദക്ഷിണേന്ത്യയിൽ നമ്മളൊരു യാത്ര നടത്തിയാൽ, റോഡ് വഴിയും റെയിൽ വഴിയും ഒരു യാത്ര നടത്തിയാൽ, കേരളം വിട്ടുകഴിഞ്ഞാൽ ഓരോ 25 കിലോമീറ്റർ പ്രദേശത്തും ഒരു വലിയ വൻ വ്യവസായം നമുക്ക് കാണാം. വിദേശ കാർ നിർമ്മാണ സ്ഥാപനങ്ങൾ പോലും നമുക്ക് കാണാം. അത് തമിഴ്നാട്ടിലെയും കർണാടകത്തിലെയും ആന്ധ്രാപ്രദേശിലെയും ഏത് സ്ഥലത്ത് പോയാലും കാണാം. നമ്മുടെ നാട്ടിൽ മാത്രം സ്ഥലപരിമിതി ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് മാത്രമാണോ നമുക്ക് അത്തരം കാര്യങ്ങൾ ലഭിക്കാത്തത്? അല്ല, അതിന് രാഷ്ട്രീയവും സാമൂഹികവുമായ ഒരുപാട് കാരണങ്ങളുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടേതുപോലെ കേരളത്തിലെ സാമൂഹിക സംഘടനകളുടെയും സമ്മതം ഇപ്പോൾ ഒരു അവശ്യ ഘടകമായി വന്നിരിക്കുന്നു ഇത്തരം കാര്യങ്ങളിൽ. അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഏത് മുന്നേറ്റവും അല്ലെങ്കിൽ ഏത് കാര്യവും നടത്താൻ ഒരുങ്ങുമ്പോഴും ഭരണപ്രതിപക്ഷ കക്ഷികൾ എന്ന പോലെ തന്നെ സാമൂഹ്യ സാമുദായിക സംഘടനകളും എല്ലാം രംഗത്തുണ്ട്. പാരിസ്ഥിതികവാദികളെ സംബന്ധിച്ചിടത്തോളം അവർ നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ലംഘിച്ചുകൊണ്ടായിരിക്കരുത്
ഏത് തരത്തിലുള്ള മുന്നേറ്റവും എന്ന നല്ല നിലപാടുകാർ തന്നെയാണ്. പക്ഷേ അവരും ആലോചിക്കേണ്ടത് മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ഒരു 10, 70, 80 കൊല്ലം. അതിൽ ഇപ്പോൾ തന്നെ 35 വയസ്സ് 40 വയസ്സായിട്ടും ജോലി കിട്ടാത്ത ലക്ഷക്കണക്കിന് ആളുകൾ കേരളത്തിലുണ്ട്. ഇവർക്കൊരു 10-20 കൊല്ലമെങ്കിലും തല ഉയർത്തി അഭിമാനപൂർവം ഉപജീവനത്തിന് സ്വന്തം മണ്ണിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ജോലി ഉള്ള ഒരവസ്ഥ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. കൂട്ടത്തിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി NRK സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വിവിധ രാജ്യങ്ങളിൽ തൊഴിലന്വേഷകരായി പോയി അച്ഛനമ്മമാരിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും ഭാര്യാമക്കളിൽ നിന്നുമൊക്കെ വേർപെട്ട് വിരഹാതുരരായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ പുതിയ അവസരങ്ങൾ ഉണ്ടാക്കിക്കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വവും ഭരണകൂടത്തിനുണ്ട്, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഉണ്ട്. അതുകൊണ്ട് എമർജിംഗ് കേരള ഒരു നല്ല തുടക്കമാണ്. ആ നല്ല തുടക്കത്തിന് ഫലപ്രദമായ കാര്യക്ഷമമായ തുടർച്ച ഉണ്ടാകണമെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന്, ഭരണകക്ഷികളുടെ ഭാഗത്തു നിന്ന് വളരെ പ്രത്യേകമായ ഊന്നലോടുകൂടിയുള്ള തുടർ പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ തന്നെയും പ്രതിപക്ഷത്തെ കഴിയുന്നത്ര ഈ കാര്യത്തിൽ സഹകരിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ജനാധിപത്യ ഉത്തരവാദിത്വം നിറവേറ്റാൻ ഭരണകക്ഷികൾക്കും സാധിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. നമുക്ക് പൊതുവെ അഭിമാനിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ ക്രിസ് ഗോപാലകൃഷ്ണൻ. ഇൻഫോസിസ് എക്സിക്യൂട്ടീവ് കോ ചെയർമാനായ അദ്ദേഹം എമർജിംഗ് കേരളയിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരു കാര്യം പറഞ്ഞു. ഞാൻ ചൈനയിൽ പോയി തിരിച്ചു വന്നത് ഈ അടുത്തിടെയാണ്. അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ശക്തി നമ്മുടെ ജനാധിപത്യമാണ്. ജനങ്ങളെ വികസന പ്രക്രിയയിൽ പൂർണ്ണമായി പങ്കെടുപ്പിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ അത് വലിയ ഒരു കരുത്ത് തന്നെയായിരിക്കും. ജനാധിപത്യം വികസന പ്രക്രിയ കരുത്താർജിക്കാനുള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലമാണ് എന്ന് തിരിച്ചറിയാൻ ശ്രീ ക്രിസ് ഗോപാലകൃഷ്ണന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജനാധിപത്യത്തിൻ്റെ നടത്തിപ്പുകാരായ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് ശ്രീ ക്രിസ് ഗോപാലകൃഷ്ണൻ്റെ ആ പ്രഭാഷണത്തിലെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സമവായത്തോടുകൂടി ജനകീയ പങ്കാളിത്തം ഉറപ്പുവരുത്തിക്കൊണ്ട് കേരളത്തെ സമഗ്ര വികസനത്തിൻ്റെ ജനകീയ വീഥിയിലേക്ക്, രാജവീഥിയിലേക്കല്ല, നമ്മൾ പറയുമ്പോഴെല്ലാം രാജവീഥി രാജവീഥി എന്ന് പറയുന്നു, രാജവീഥി എന്ന് പറയുന്നതിന് പകരം ജനവീഥിയിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ എമർജിംഗ് കേരള തീർച്ചയായും നല്ല തുടക്കത്തിൻ്റെ പ്രചോദനവും ഉത്സാഹവും നമ്മളിലേക്ക് പകർന്നേകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേട്ടതിന് നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ടിപ് ടോപ്പ് ഫർണിച്ചർ സമക്ഷം ബ്രോട്ട് യു ബൈ ടിപ് ടോപ്പ് ഫർണിച്ചർ NH കോട്ടക്കൽ, കേരളത്തിലുടനീളം ഷോറൂമുകൾ.